ഹലോ, സമയം രാത്രി 10:45 അപ്പോഴാണ് ഒരു നൈറ്റ് റൈഡ് പാസ്സായി കിട്ടിയത്. നൈറ്റ് റൈഡ് പോവാന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഡ്രസ്സൊക്കെ മാറി വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി നല്ല ബോറാണെന്ന്. സത്യത്തിലേ ഈ നൈറ്റ് റൈഡ് ഇന്ന് പാസ്സാക്കി തന്നത് നമ്മൾ ഏസുകുട്ടിയാണ് കേട്ടോ. ഇതാ ഏസുകുട്ടി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓളെ ലസ്സി മേടിച്ച് തരാൻ പറഞ്ഞിരുന്നു. ലസ്സി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ക്ലിനിക്ക് കഴിഞ്ഞ് വന്ന ബാവ ലസ്സി കൊടുന്നില്ല. അപ്പം ആളാകെ കരച്ചിലായി, ബഹളമായി, ആകെ പ്രശ്നം. അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോയിട്ട് മേടിക്കാമെന്ന്. ബാവ വിചാരിച്ചതേ ശരിക്കും ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഓൾ ആ കാര്യം മറക്കുന്ന. പക്ഷെ ഓളത് മറന്നതുമില്ല. വീണ്ടും സമരമുറകൾ തുറന്നപ്പോൾ ബാവ പറഞ്ഞു എന്നാൽ ഇയ്യും മാറ്റിക്കോ, നമുക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാമെന്ന്. അപ്പം ഞാനും വിചാരിച്ചു തിന്ന ചോറ് ദഹിച്ച് നമുക്കൊരു തട്ടുകടയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ പുറപ്പെട്ട് തുടങ്ങിയ ഈ യാത്രയാണ്. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരു 10 മണിയാകുമ്പോഴേക്കും ഉറങ്ങലുണ്ടെന്ന് അതിൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ എല്ലാ വീട്ടിലും ലേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒരു 11 മണി 12 മണി അപ്പോഴൊക്കെ ഉറങ്ങുന്നത് തോന്നുന്നു. ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് ലേറ്റായി നീക്കുന്ന ഒരു ശീലത്തേക്ക് നമ്മളെ നാട് മാറുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ നമ്മൾ മെയിൻ റോട്ടിലെത്തി. ആദ്യം നമ്മൾ എവിടെ പോകുന്നു ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് ലസ്സി സാധാരണ വാങ്ങുന്ന കടയൊക്കെ അടിച്ചിട്ടുണ്ട്. സോ നമുക്ക് തട്ടുകട പോയേക്കാം, അവിടെ ലസ്സി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുടിക്കാനായി. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ടർഫ് പോയേക്കാം, കളി ഉണ്ടെങ്കിൽ കളി കാണാൻ പറഞ്ഞു. എന്താ അറിയില്ല, ഇക്ക നല്ല മൂഡിലായുണ്ടാ തോന്നുന്നു. ടർഫിക്ക് പോകാറുണ്ടപ്പോൾ നേരെ ടർഫ് കിട്ടും. ടർഫിൽ നമ്മൾ കാക്കാരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. സംഭവം നമ്മൾ മലപ്പുറത്തേക്ക് ഫുട്ബോൾ കളിക്കുന്ന ടർഫും ഗ്രൗണ്ടും അതൊക്കെ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ പ്രത്യേക ഒരു ഇഷ്ടമാണ് തോന്നുന്നു അല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. നല്ല രസമുള്ളൊരു കാഴ്ചയാണല്ലോ അല്ലേ ഫുട്ബോൾ കളി. ക്രിക്കറ്റിനോട് എന്താ അറിയില്ല, ഇത്ര കാലമായിട്ട് ക്രിക്കറ്റിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല കേട്ടോ. ചിലർക്കൊക്കെ ക്രിക്കറ്റൊക്കെ ഇഷ്ടം. പക്ഷേ ഈ ഫുട്ബോൾ കാണുമ്പോൾ ഇപ്പോഴും എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് തട്ടി വെക്കാനൊക്കെ തോന്നും. പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് തട്ടുകടയിൽ വന്നു. അവിടുന്ന് ഓരോന്നൊക്കെ വാങ്ങി ഇങ്ങനെ കഴിച്ചു. എന്തൊക്കെയോ പ്ലാനിട്ട് പോയതേനു. പക്ഷേ അവിടെ പോയപ്പോൾ ഫസ്റ്റ് കണ്ടുപോയത് ഉപ്പിലിട്ടേക്കാണ്. ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. അങ്ങനെ തിരിച്ചു പോന്നു. പഴംപൊരി പ്രേമിക്കൊരു പഴംപൊരിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഹാപ്പി ഡേ.